2011 സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ, ടി വിയുടെ മുമ്പിലേക്കും സീരിയലിന് മുമ്പിലേക്കും മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത്, അതുപോലെ KSRTC ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ഹെവി വെഹിക്കിളിനും ഒരേ ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത്, 9,000 അല്ലേ? അല്ല, അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിലാണ് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലൈസൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞാണ് ഹെവി എടുക്കുന്നത്. അപ്പോൾ ഹെവി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെ പറ്റി ഒരു പരിചയമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡീസൽ എക്സ്പെൻസും ആ കാര്യം കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് നോക്കണം. മറ്റൊരു കാര്യം കൂടി, റീടെസ്റ്റിന് പോകേണ്ടി വരുവാണെങ്കിൽ പിന്നെ ഫീസിന് എങ്ങനെയായിരിക്കും? അല്ല, റീടെസ്റ്റിന് വേറെ ഫീസൊന്നുമില്ല, സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ അല്ലേ, വേറെ ഫീസൊന്നുമില്ല. വീണ്ടും ഒരു പക്ഷേ ഫെയിലായി പോയാൽ ഫെയിലായാലും നമ്മൾ ആ പരിശീലനം എന്താ ഇതിനകത്ത് അധികം പൈസ ഒന്നും ഇടാക്കില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരാൾ ഫെയിലായാലും ജയിക്കാനോ അയാളെ പഠിപ്പിക്കാന്നുള്ള നമ്മുടെ വേണം. അയാൾ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കൊണ്ട് ഫെയിലായതിൻ്റെ പേര് വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല. ഫെയിൽ വന്ന് അടുത്ത ടെസ്റ്റിന് മുമ്പ് ഫെയിൽ മാറും, ജയിക്കും. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കൺഫ്യൂഷനും വകയില്ല. വളരെ വ്യക്തതയാണ്. അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല. KSRTC ആണ് നേതൃത്വം കൊടുക്കുന്നത്. KSRTC കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും. ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങൾക്ക് തരാം. കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം. അപേക്ഷാ ഫീസ് ഇതിന് പുറമേ ആയിരിക്കും? അപേക്ഷ ഫീസുണ്ട്, എല്ലാം ചേർക്കണം. അപേക്ഷ ഫീസ് പ്രത്യേകം അപേക്ഷ. അപ്പോൾ അത് നല്ലൊരു ഡ്രൈവിംഗ് ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു KSRTC യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചൊരു കാര്യത്തിന് മറുപടി ഞാൻ പറയാം. നിങ്ങളെല്ലാം കേട്ടതാണ്. KSRTCയുടെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ്. 60% കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞിടക്കുന്നത്. അടിയന്തരമായി 3 KS ഉദ്യോഗസ്ഥരുണ്ട്. അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് കൊടുക്കും. KSRTC ഇത് നമ്മൾ എത്രമാത്രം നഷ്ടം വരുത്തും എന്നറിയണം. നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക, കൊടുക്കാതിരിക്കുക, അതിൽ വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് KSRTC വരുമാനം ഉണ്ടാക്കുക. ഞാൻ KSRTC CMD ശ്രീ പ്രമോജിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ ഞങ്ങളുടെ കണക്കനുസരിച്ച് 60%, മൊത്തം ഉള്ളതിൻ്റെ 60% ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും. അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാരണം അസൗകര്യം കൊണ്ടും KSRTC വിട്ടുപോയ പൊതുഗതാഗതത്തെ വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം. ഏതാണ്ട് 10 ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ് എന്ന ഏജൻസിക്ക് കൈമാറുകയാണ്. അവർ റീബിൽറ്റ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അവർ 23 കൊടുക്കാമെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കുകയാണ്. നിങ്ങൾ എടുക്കരുത്, നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും, പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഉറപ്പ് കൊടുത്തു, സർക്കാരിൻ്റെ ഉറപ്പുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അപ്പോൾ ഞങ്ങളെ ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് കുപ്പി ക്ലോസറ്റിലിട്ട് വയ്ക്കുന്നു. ഏതാ അത് ഈ വൃത്തിയാക്കുന്ന KSRTC എന്ത് കിട്ടുമെന്നുള്ളതല്ല, അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ്. നമ്മൾ യാത്രക്കാർ പലരും ഭയന്നാണ് KSRTC. കാരണം ഒരു ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും. ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും. റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ളവർ, ക്യാൻറ്റീൻ നടത്തിയല്ല, കേരളത്തിൻ്റെ 2 ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ. അതാണ് ടെൻഡർ. അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ്. ബാങ്കുമായുള്ള ചർച്ചകൾ നടക്കുന്നത്. KSRTCയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ടുണ്ട്. അതായത് ഈ വർഷം 2024 അല്ലേ 6-ാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള ശ്രമം പ്രത്യേകമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെയൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 6 മാസം എഴുതാനുണ്ട്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ D കാറ്റഗറിയിൽ നിന്ന് KSRTC C കാറ്റഗറിയിലേക്ക് പോകും. ഇനി സിയിൽ നിന്ന് B- പോകും. B- പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും. കൺസോർഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു. മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ്. അത് പരിഹരിക്കാൻ കഴിയും. അത് സമയമെടുക്കുന്നതല്ല, മാക്സിമം വേഗത്തിൽ നടക്കും. കാരണം സമയമെടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ. നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ അന്തസ്സ് വേണ്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും. ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട. അതിനുള്ള എല്ലാ സിസ്റ്റം ഗവൺമെൻറ് ഭാഗത്തുള്ള എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെയാണ് ഈ 650 കോടിയോളം രൂപ HDFCക്കും KSRTCക്കും കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ D കാറ്റഗറിയിൽ നിന്ന് മാറി. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നേ. അല്ല, കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം കിട്ടാത്ത കാര്യം റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ. മാത്രമല്ല, നമ്മളിപ്പോൾ KSRTCയുടെ
ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. KSRTC ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ്. കാരണം 79,867 അപേക്ഷ നമുക്ക് കിട്ടി. അതിൽ 6,820 അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ KSRTC കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന 66,086 എണ്ണമാണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും. പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ 31,128. അപ്പോൾ ഈ അപ്രൂവായ 66,086 എണ്ണം കിടപ്പുണ്ട്. അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും. ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺസെഷൻ കൊടുക്കുന്നതിന് ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു. MBDയുടെ കീഴിലായിരിക്കും അത് വരുമ്പോൾ കൃത്യമായ കണക്ക് എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ. ഇപ്പോൾ അറിയാമല്ലോ KSRTCയിൽ എത്ര പേര് കൺസെഷൻ എടുത്തു എന്ന് ഈ തുണ്ട് കടലാസ് നോക്കിയാൽ അറിയാം. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് പ്രോവിഡൻറ്റ് ഫണ്ട്, പിന്നെ അവരുടെ ബാങ്കിൽ നിന്നെടുത്ത ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ്, ധാർമ്മികമായിട്ടും തെറ്റാണ്.